സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിനെ നേരിടാനൊരുങ്ങുകയാണ് സർക്കാർ. ജോലിയിൽ അടിയന്തരമായി തിരികെ പ്രവേശിക്കണമെന്ന ഉത്തരവിന് പിന്നാലെ പോലീസ് നടപടിയും വരുന്നു. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർക്ക് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകി. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് മറുഭാഗത്ത് പിന്തുണയേറുകയാണ്. ആശാ വർക്കേഴ്സിന്റെ സമരം ഏറ്റെടുക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. സമരക്കാരോട് അനുഭാവപൂർവമായ നിലപാടാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്നും പ്രതികരിച്ചു. ആശാ വർക്കേഴ്സിന്റെ മഹാസംഗമത്തിൽ പങ്കെടുത്തവർക്കാണ് പോലീസ് നോട്ടീസ്. ഡോക്ടർ കെ.ജി. താര, ജോസഫ് സി. മാത്യു, ഡോക്ടർ എം.ബി. മത്തായി തുടങ്ങിയവർക്കാണ് നോട്ടീസ് നൽകിയത്. 48 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഭയപ്പെടില്ലെന്നായിരുന്നു സമരക്കാരുടെ മറുപടി. ഈ കേസുകളെല്ലാം വ്യാജ കേസുകളാണെന്നറിയാം. കാരണം ഇവിടെ ഒരു തരത്തിലുള്ളൊരു കലാപ ശ്രമത്തിനോ ഇതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതിൽ ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെട്ടിട്ടില്ല. വളരെ സമാധാനപരമായി പാട്ടുപാടിയിരുന്നുകൊണ്ട് ആവശ്യങ്ങൾ, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അതൊരിക്കലും മറ്റൊരു തരത്തിലേക്കൊരു ക്രിമിനൽ നടപടിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ വെറുതെ ഒരു കേസെടുത്ത് ഭയപ്പെടുത്തുകയാണ്. ഇത് സമരം ചെയ്യുന്നവരെ ഞങ്ങൾ തുറുങ്കിലടയ്ക്കുമെന്ന് പറയുന്നതിന് സമാനമാണത്. കൂലിയില്ലാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ നിലവിൽ തന്നെ കൂലിയില്ല, പിന്നെ പിരിച്ചുവിടാൻ എന്താ ആശങ്കയാണ്? പിന്നെ ഈ കൂലിയില്ലാത്ത പണിക്ക് ഒരാളും ഇനി പോകുകയില്ല. പുതുതായിട്ട് ആരെങ്കിലും എടുക്കുക വെച്ചാൽ അങ്ങനെ ആരും പോയില്ല. പോയാൽ തന്നെ ആരെങ്കിലും ഒരു വാദത്തിന് വേണ്ടി തയ്യാറായി തന്നെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ളൊരു ജോലിയാണ്. അത് കൃത്യമായ പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് പോകാൻ പറ്റില്ല. നാട്ടുകാർ ചെന്നാൽ കയറ്റുകയില്ല. സമരം തുടർന്ന് നിങ്ങൾ നിയമസഭാ മാർച്ച് ഉൾപ്പെടെ പദ്ധതി ഇടുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഞങ്ങൾ 3-ാം തീയതി നിയമസഭ തുടങ്ങുന്ന ദിവസം വലിയൊരു മാർച്ചാണ്. അന്നേ ദിവസം നമ്മളെ പിന്തുണച്ച മുഴുവൻ ആളുകളും കൂടി പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമരക്കാർക്ക് പിന്തുണയർപ്പിച്ച് കോൺഗ്രസ് മാർച്ച് 3-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. അതേ ദിവസം സമരക്കാർ നിയമസഭാ മാർച്ചും തീരുമാനിച്ചിട്ടുണ്ട്. നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും NHMന്റെ വിവാദ സർക്കുലർ കത്തിക്കും. സർക്കാരിന്റെ കയ്യിൽ പണം വെച്ചിട്ട് കൊടുക്കാത്തതല്ലെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഈ ആശാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം അനുഭാവപൂർവമായ സമീപനമാണ്. നിങ്ങൾ ചെയ്യാവുന്ന എല്ലാ ന്യായമായ കാര്യങ്ങളും അത് ചെയ്യും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. സമരത്തിൽ ന്യായമായ പരിഹാരം ആവശ്യപ്പെടണമെന്നാണ് നിലപാടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ സമരം രമ്യമായി മാന്യമായി തീർക്കാനുള്ള മാർഗങ്ങൾ LDF ഗവൺമെന്റ് ആരായും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആശാ വർക്കേഴ്സിന് സ്ഥിര നിയമനം നൽകുകയാണ് വേണ്ടതെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ പറഞ്ഞു. സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഡോക്ടർ ശശി തരൂർ MP സമരവേദിയിലെത്തി. 7,000 രൂപ ശമ്പളം തീരെ പോരാ. മൻറേഗയിൽ പോയിട്ട് തൊഴിലില്ലാത്തവർക്ക് ഒരു തൊഴിലുറപ്പ് കിട്ടിയാൽ കൂടി അതിനും കാട്ടിയാണ് കൊടുക്കുക. അപ്പോൾ ഇത് ശരിയല്ല എന്ന് ഒരു സംശയവുമില്ല. എന്തെങ്കിലും ഉടനെ കൂട്ടിത്തരണം. അത് 3 ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടിയെങ്കിലും കൂട്ടിത്തരട്ടെ എന്നാണ് നമ്മുടെ ആദ്യത്തെ ഒരു അഭ്യർത്ഥന. പിരിച്ചുവിടുമെന്ന ഭീഷണി അതല്ലാതെയുള്ള ഭീഷണി, ആക്ഷേപം, പരിഹാസം, പോലീസ് കേസ്. സമരത്തെ തകർക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ് സർക്കാരും CPIM-ഉം. 1 ഇഞ്ച് പിറകോട്ട് പോകാതെ കേരളത്തിൻ്റെ സമര സ്ത്രീശക്തി തെരുവിൽ അവരുടെ ആവശ്യങ്ങൾക്കായി മുദ്രാവാക്യം ഉയർത്തുകയാണ്. ക്യാമറാമാൻ VS മനീഷിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സമരം ഇന്നേക്ക് 17-ാം ദിവസത്തിലാണ്. അധിക്ഷേപവും പരിഹാസവും ഭീഷണിയും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ നിന്ന് ഇനി എന്തു തന്നെ സംഭവിച്ചാലും ആ ആവശ്യങ്ങൾ നേടിയെടുക്കാതെ പിന്നോട്ടില്ല എന്ന ഉറച്ച ശബ്ദമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരത്തിൽ നിന്ന് കേൾക്കുന്നത്.